കേട്ടില്ലേ? രാഹു കേതു ഗുളികൻ. പിന്നെ അതിലെ ഗുളികനാണ് നമ്മുടെ തക്കടു. സ്നേ, അന്ന് ഞാൻ മാപ്പൂരെ വന്നിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ നീ എന്തിനെ ഓടിച്ചുട്ടെ? ആരാ അതെനിക്ക് പറയണം. സമാധാനം പറഞ്ഞു പറ്റും. അല്ല, അതിന് നിങ്ങൾ നേരത്തെ വന്നപ്പോ തന്നെ ഞാൻ സോറി പറഞ്ഞിരുന്നില്ലേ? സത്യം എപ്പോ പറഞ്ഞു? സത്യമായിട്ട് ഞാൻ കേട്ടില്ല. മതി മതി, വാ എഴുന്നേറ്റ് പോവാം. ഈ ഒരു കാര്യം ചെയ്യേ, എന്നെ അങ്ങ് എടുത്തോ. എടുത്തു ഗിരി എന്താടാ ഏതിനെടുക്കുന്നു? സുമി എഴുന്നേറ്റേ. ഒരു പോസ്റ്റ് വെഡിങ് ഗിഫ്റ്റ് അല്ലേ? താങ്ക് യു പറ ഗിരി. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഗുഡ് നൈറ്റ്. പിന്നെ കാണേ. ഈ ഉപകാരേ ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. സന്തോഷം. ശരി. ബൈ സ്നേഹ. ബൈ. വാ വാ വാ. കുഴപ്പമുണ്ടാവില്ല. ഇവര് തമ്മിലുള്ള റൊമാൻസ് വർക്കൗട്ട് ആവും നിനക്ക് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും വർക്കാവും. അവളൊന്ന് കാറിലോട്ട് കേറട്ടെ മോനെ. ഗിരിനെ സ്നേഹിച്ച് കൊന്നോളൂ. തടിയന്റെ കാര്യത്തിൽ ഇന്നേ ഒരു തീരുമാനം തന്നെയാ. നമുക്കിനി ഇടയ്ക്കിടയ്ക്ക് അവിടെ പോണം. എവിടെ? സ്നേഹയുടെ ആകാശിന്റെ വീട്ടിൽ പോണമെന്ന്. അല്ല അതെവിടെയാ? ഒരിക്കൽ പോയതിന്റെ ക്ഷീണമേ ഞാനിപ്പോ അനുഭവിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്നിട്ടാ എന്ത് രസാണ്. ഇത്ര നല്ലൊരു വൈകുന്നേരം എന്റെ ജീവിതത്തിൽ ഇത്ര നന്നായിട്ടുണ്ടായിട്ടില്ല. എന്തോന്നാ സുമി കാണിക്കുന്നേ? ഇപ്പൊ വല്ലയിടത്തും പോയി ഇടിച്ചേനെ. മര്യാദക്ക് അവിടെ ഇരുന്നോ. ഗിരിയുടെ കാറ് അത് ഗിരി ഓടിച്ചാലും ഇടിക്കും, ആ ഡ്രൈവർ ഓടിച്ചാലും ഇടിക്കും. ദൈവമേ, ഇതിനെ ഒന്ന് വീടെത്തിക്കുന്നവരെ ഞാൻ എന്തൊക്കെ അനുഭവിക്കണോ ആവോ. മ്യൂസിക്. അപ്പൊ കാറില് കേട്ടത് പഠിച്ചാണല്ലേ? ഹാപ്പിയാണ്. എന്റെ പൊന്നു സുമിത, ഫോർ ഗോഡ്സ് സേക്ക് ആ കയ്യും കാലും അടക്കി വെച്ചൊന്നും മിണ്ടാതിരിക്കാമോ? സോറി.
ചന്ദ്രകാന്തം ജീവരാഗം. ഈ പാട്ട് ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. കല്യാണം കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ചന്ദ്രേട്ടൻ എന്നെ നോക്കി മൂളിക്കൊണ്ടിരുന്ന പാട്ടാ ഇത്. ഡ്രൈവിന് പോവാന്ന് പറഞ്ഞിട്ട് ശ്രീ വിളിച്ചിട്ടാ ഞാൻ ഇറങ്ങി. ഇതെല്ലാരും കൂട്ടിക്കൊണ്ടുള്ള പടപ്പുറപ്പാടാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മിണ്ടാതെ വീട്ടിലിരുന്നേനെ. ശ്രീ, നമ്മൾ എങ്ങോട്ടാ പോകുന്ന ഈ പാതിരാത്രിയില്? ഒന്ന് പറയോ? പറഞ്ഞാലേ നീ ഞെട്ടും. ഐസ്ക്രീം കഴിക്കാനാ. ഈ പാതിരാത്രിയിലോ? കണ്ടോ, ഞെട്ടി. ഞാൻ പറഞ്ഞില്ലേ. മോൾക്കിതൊന്നും ശീലമില്ലാത്തോണ്ടാ. ഞങ്ങളുടെ വീട്ടിലിത് സുമി ഉള്ളപ്പോഴേ ഉള്ള പതിവാ. സത്യം പറഞ്ഞാലേ ഇത് സുമിതിച്ചുണ്ടാക്കി വെച്ച പതിവാ അല്ലേ ശ്രീയേട്ടാ? അതെ അതെ, ഐസ്ക്രീം എന്ന് പറഞ്ഞാലേ ചേച്ചിക്ക് ഭയങ്കര ജീവനായിരുന്നു. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പുറത്ത് പോകണ്ടെന്ന് പറഞ്ഞേനെ. ഒന്നാമത് എനിക്ക് ഐസ്ക്രീം താല്പര്യമില്ല. പിന്നെ പ്രത്യേകിച്ച് രാത്രി തണുപ്പ് കഴിച്ചാ എനിക്ക് ശരിയാവില്ല. എന്നാ പിന്നെ മോള് കഴിക്കണ്ട. പക്ഷേ ഞങ്ങൾക്ക് കമ്പനി തരാലോ. മോളെ, യാത്രയുടെ കാര്യത്തിൽ പലപ്പോഴും ലക്ഷ്യമല്ല, മാർഗമാണ് പ്രധാനം. ഐസ്ക്രീം അല്ല മോളെ. യാത്രയിലുടനീളം പ്രധാനമായിട്ടും ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരുന്നത് ഒരുമിച്ചുള്ള ഈ നിമിഷങ്ങളാണ്. അതെ അതെ, ഈ നിമിഷങ്ങൾക്കൊന്നും പകരം വെക്കാൻ പറ്റത്തില്ല, അല്ലേ അച്ഛാ? ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നിൻചിരിയിലലിയുന്നു ജീവരാഗം. എന്റെ മാത്രം തെറ്റാ, വേറെ ആരെയും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താ സുമി? വണ്ടി നിർത്ത് പ്ലീസ്. നോക്ക് നോക്ക്, വണ്ടി നിർത്ത് പ്ലീസ്. എന്താ? തുറക്കാൻ പറ്റുന്നില്ല. തുറക്ക്, എനിക്ക് പുറത്തു പോണം. എന്തിന്? ഐസ്ക്രീം. ഐസ്ക്രീമാ ഈ രാത്രിയിലോ? ആ, ഇത് അവിടെ ഉണ്ട്. വീട്ടിലായിരിക്കുമ്പോഴേ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാ അവിടെ. പ്ലീസ്. നിന്നോട് ആരാ ഇറങ്ങി വരാൻ പറഞ്ഞത്? ഇത് ഞാൻ അങ്ങോട്ട് കൊണ്ടിരില്ലേ? അതെ, കാറിൽ നിന്ന് കഴിച്ച ഒരു രസം ഉണ്ടാവില്ല. അതെ, ഞങ്ങളെല്ലാവരും കൂടെ വരുമ്പോ ഇങ്ങനെ കടലൊക്കെ കണ്ടുകൊണ്ട് കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഐസ്ക്രീം കഴിക്കുക. മനസ്സിലായോണ്ട് തക്കൂടെ ഡബിൾ സ്കൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒന്നേ വാങ്ങിയുള്ളൂ. ഡബിൾ സ്കൂപ്പ് തന്നെ വേണം. ഇങ്ങത്താ ഒരു സ്കൂപ്പ് കൂടി ഇതിലേക്ക് വെച്ച് കൊടുത്തേട്ടാ. വെരി ഗുഡ്. കഴിക്കാം. താങ്ക് യു. അപ്പൊ ഐസ്ക്രീം വേണ്ട. പബ്ലിക്കായിട്ട് ഇങ്ങനെ തക്കുടൊന്നും വിളിക്കരുത് കേട്ടോ.
എന്നാ പിന്നെ ഞാൻ എന്തെങ്കിലും ഒന്ന് വിളിച്ച് തുലയ്ക്ക്. ഒന്ന് വേഗം കഴിച്ചിട്ട് വാ പോവാം. ഓക്കേ ഓക്കേ. ചേട്ടാ വാനില ഐസ്ക്രീം. ഇവിടെയും കൂടെ ഒരു വാനില ഐസ്ക്രീം. ഡബിസ്കു വേണ്ട ചേട്ടാ. വേണം. കൂടെ ഐസ്ക്രീം കഴിച്ചേ പറ്റൂ. എനിക്ക് വേണ്ട സുമി. വെരി ഗുഡ്. സുമി ഒന്ന് ചുമ്മാതിരിക്കുക. ആൾക്കാർക്ക് ശ്രദ്ധിക്കുന്നു. നല്ല ഐസ്ക്രീം കേട്ടോ. മിണ്ടാതിരിക്കുക സുമി. താങ്ക് യു. നൈസ്. സുമി ദൈവമേ ഇതിന് ഞാൻ ഓക്കേ ഫൈൻ. സുമി സുമി ദേ നോക്ക്, നിന്റെ കുടുംബക്കാരൊക്കെ വരുന്നുണ്ട്. അവിടെയല്ല, ഇവിടെ ഇങ്ങോട്ട് വാ. നോക്ക്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് സുമി. ഒന്നാമത് ഇപ്പോഴും നിന്റെ കെട്ടിറങ്ങിയിട്ടില്ല. എല്ലാരും ഉണ്ട്. സുമി നീ ദൈവത്തെ ഓർത്ത് വാ തുറന്ന ഒരക്ഷരം അവരോട് മിണ്ടിപ്പോരുത്. കണ്ടില്ലേ, നോക്ക്. ഇതെന്തൊരു അത്ഭുതം. പ്ലീസ് മോളെ. അച്ഛാ ചേച്ചി ഇങ്ങനെ ഒരു പതിവ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ? അത് ഞങ്ങൾ അറിഞ്ഞില്ല. അല്ലേ ഇന്ദ്രേട്ടാ? അതൊന്നുമല്ലമ്മേ. ഇന്ന് സ്നേഹയുടെ ആകാശിന്റെ വീട്ടിൽ പോയിട്ട് നമ്മള് അതെ 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 അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാ. അപ്പഴാ സുമി ഐസ്ക്രീം കഴിക്കണമെന്നല്ലേ? അതേതായാലും നന്നായി. നമുക്കെല്ലാവർക്കും കാണാൻ പറ്റും. ചേട്ടാ ഇവിടെ എല്ലാവർക്കും ഇഷ്ടംപോലെ ഐസ്ക്രീം. നീ തക്കുടിനോട് പറയുന്നു. ആരോട്? സോറി മിസ്റ്റർ ഗിരിധർ നമ്പ്യാർ. ഗിരിയെ ഇവള് വിളിക്കുന്ന ചെല്ലപ്പേരായിരിക്കും. ഏയ് അത് അച്ഛമ്മ ഗിരിയേട്ടനെ വിളിക്കുന്ന പേരാ. യെസ് കറക്റ്റ് ആണ്. നന്ദു നീ എന്തെങ്കിലും പൂച്ചയെ പോലെ നിൽക്കുന്ന ഒരു പാട്ട് പാടിക്കേ. സോറി വേണ്ടില്ല. പക്ഷേ ചേട്ടാ ശ്രീകുട്ടന് ഒരു ഐസ്ക്രീം കൂടെ കൊടുക്കോ പ്ലീസ്. ഇവൻ ഭയങ്കര ഐസ്ക്രീം കൊതിയനാ. എത്ര കഴിച്ചാൽ പറയില്ല. സുമീം നമുക്ക് പോയാലോ? വാ, കുറച്ച് ജോലിയുണ്ട്, പോവാം. അത് ശരിയാവില്ല, പോയേ പറ്റൂ. നീ വന്നേ. അച്ഛാ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കേ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് എവരിബഡി. ഗുഡ് നൈറ്റ്. എടേ ഇന്നലെ നമ്മുടെ സുമിക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് നിനക്ക് തോന്നിയോ? എന്തു കുഴപ്പം? അവള് ലൈഫ് എൻജോയ് ചെയ്യല്ലേ ചെയ്യുന്നേ.
എനിക്ക് അവളുടെ മേൽ എന്തെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ അതാണ് ആദ്യം തകർക്കേണ്ടത്. ജീവിതത്തിൽ എനിക്ക് ഇത്രയും വലിയൊരു തിരിച്ചടി ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. വെറും ഒരു ഭിക്ഷക്കാരിയായിട്ടുള്ള നീ അങ്ങനെ കൊട്ടാരത്തിലെ റാണി ആവണ്ട. എന്റെ ജീവിതം തകർത്ത നിന്നെ ഞാൻ തകർക്കും, തകർത്തെറിഞ്ഞിരിക്കും. എന്തായാലും തക്കുടു ഇത്ര എന്തായാലും തക്കുടു ഇത്ര വലിയ പാട്ടുകാരാണ് ഞാൻ അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ ദാസേട്ടൻ വരും തോറ്റു ഭഗവാൻ. അതെ, ആകാശിന് സ്നേഹിക്കും കൊടുക്കുന്നുണ്ട് ഞാൻ. ശരിയാ, അവർക്ക് എന്തെങ്കിലും സമ്മാനം കൊടുത്തേ പറ്റൂ. അവര് ഒരുപാട് നല്ല ആൾക്കാരാണ്. തക്കുടെ പോലെ അല്ല. സുമി എന്റെ കൈ. എന്താ സുഖം?